ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജർമ്മനിൽ എങ്ങനെ നമുക്ക് ഒരാളെ ഗ്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഗ്രീറ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഗ്രീറ്റ് ചെയ്യാം. ഒന്ന് ഫോർമൽ, രണ്ടാമതായിട്ട് ഇൻഫോർമൽ വേ ഓഫ് ഗ്രീറ്റിംഗ്. ഫോർമൽ വേ ഓഫ് ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് വർക്ക് സ്പേസിലും കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഫോർമൽ വേ ഓഫ് ഗ്രീറ്റിംഗ് യൂസ് ചെയ്യുന്നത്. വർക്ക് സ്പേസിൽ അതുപോലെ തന്നെ ഏജിന് മുതിർന്നവരെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർമൽ വേ ഓഫ് ഗ്രീറ്റിംഗ് യൂസ് ചെയ്യുന്നു. ഇൻഫോർമൽ വേ ഓഫ് ഗ്രീറ്റിംഗ് കൂടുതലും പിയർ ഗ്രൂപ്പിൽ പെട്ടവരെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ജർമ്മൻ ഗ്രീറ്റിംഗ്സിന്റെ രണ്ട് ഫോംസ് ഓഫ് ഗ്രീറ്റിംഗ് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇൻഫോർമൽ വേ ഓഫ് ഗ്രീറ്റിംഗ് നോക്കാം. ഇൻഫോർമൽ വേ ഓഫ് ഗ്രീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഹായ് ഹലോ പറയുന്ന പോലെ തന്നെയാണ് ജർമ്മനിലും പറയുന്നത്. അപ്പൊ ഹലോ പറയാനായിട്ട് ഹലോ ഹലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹായ് പറയാൻ ഹായ് തന്നെ യൂസ് ചെയ്യാം. ഇത് രണ്ടെണ്ണമാണ് ഇൻഫോർമൽ വേയിൽ നമ്മൾ ഒരാളെ ഗ്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ. ഒന്ന് ഹലോ, രണ്ടാമതായിട്ട് ഹായ്. ഇനി നമ്മൾ ഫോർമൽ വേയിൽ ഗ്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം, മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് അങ്ങനെയൊക്കെയുള്ള ഗ്രീറ്റിംഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫോർമൽ വേ ഓഫ് ഗ്രീറ്റിംഗ് എങ്ങനെ നമുക്ക് ജർമ്മനിൽ പറയാമെന്ന് നോക്കാം. ഫോർമൽ വേ, ഫസ്റ്റ് വൺ, ഇപ്പൊ നമ്മൾ മോർണിംഗിൽ ഒരാളെ മീറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ്. അപ്പൊ ഗുഡ് നമ്മള് ഗുഡൻ മോർണിംഗ് മോർഗൻ, ഗുഡൻ മോർഗൻ. ഗുഡ് മോർണിംഗ് എങ്ങനെ പറയും? ഗുഡൻ മോർഗൻ. അടുത്തതായിട്ട് നമ്മൾ ഒരു 11 മണി 11:30 കഴിഞ്ഞിട്ട് ഒരാളെ കാണുന്നത് ടിൽ ഒരു വൈകുന്നേരം ഒരു 3 മണി വരെയൊക്കെ ആ ഒരു ടൈം റേഞ്ചിലാണ് നമ്മൾ ഒരാളെ കാണുന്നതെങ്കിൽ നമുക്ക് അവരെ ഗ്രീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗുഡ് ഡേ എന്നൊരു ഗ്രീറ്റിംഗ്. ഗുഡ് ഡേ. ഗുഡ് നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് ആൻഡ് ഡേ നമ്മൾ ജർമ്മനിൽ വരുന്നത് ടാഗ് എന്നാണ്. അപ്പം ഗുഡ് ആൻഡ് ടാഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് ആൻഡ് മോർഗൻ, ഗുഡ് ഡേ ഗുഡ് ആൻഡ് ടാഗ്. അടുത്തത് വരുന്നത് ഗുഡ് ഈവനിങ് എങ്ങനെ പറയാൻ നോക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ്, ഗുഡൻ, ഈവനിങ്, ആബൻഡ്. ആബൻഡ്. ഗുഡൻ മോർഗൻ, ഗുഡൻ ടാഗ്, ഗുഡൻ ആബൻഡ്. നമ്മൾ ജർമ്മൻ ലാംഗ്വേജിലേക്ക് വരുമ്പം എ പ്രൊണൗൺസ് ചെയ്യുന്നത് ആ എന്നായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ആബൻഡ്. ഓക്കെ, ഗുഡ് ഈവനിങ് വരെയായി. അടുത്തതായിട്ട് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഗുഡ്. ഇതിന് കാരണം എന്ന് പറഞ്ഞാല് ജർമ്മൻ ലാംഗ്വേജിൽ നാമം അല്ലെങ്കിൽ നൗൺ എന്ന് പറഞ്ഞാൽ ഫെമിലിയർ ആയിരിക്കുമല്ലോ, അല്ലെ? നൗൺ പറയാനായിട്ട് നൗൺസിന് ജെൻഡർ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ദ വൈറ്റ് ബോർഡ്, ദ പെൻ, ദ ഡസ്റ്റർ അങ്ങനെയല്ല, ദാ കൂട്ടി പറയും, അല്ലെ? അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷില് വൈറ്റ് ബോർഡ്, ഡസ്റ്റർ, ബ്ലാക്ക് പെന്ന് ഇങ്ങനെയുള്ളതിനൊന്നും ജെൻഡർ ആയിട്ട് തിരിച്ചിട്ടില്ല. ജസ്റ്റ് നൗൺ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മള് ജർമ്മനിലേക്ക് വരുമ്പം ഇപ്പൊ അച്ഛൻ, ഫാദർ എന്ന് പറയുന്നത് ഒരു നൗണാണ്. ആ നൗണ് മസ്കുലിൻ നൗണിൽ പെടുന്നതാണ് ഫാദർ. അപ്പൊ മദർ ഏത് നൗണിൽ വരും? ഫെമിനിൻ നൗണിൽ പെടും. കിൻഡ്, ന്യൂട്രൽ, അങ്ങനെ മസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ എന്നിങ്ങനെ 3 നൗണുകളാണ് ജർമ്മൻ ലാംഗ്വേജിൽ ഉണ്ട്. 3 ജെൻഡർ ഉണ്ട് നൗൺസിന്. അപ്പം ഇതില് മോർഗൻ, ഡേ, ഈവനിങ് എന്നതൊക്കെ മസ്കുലിൻ നൗണിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗുഡൻ, ഗുഡൻ, ഗുഡൻ എന്ന് വരുന്നത്. പക്ഷെ നൈറ്റ് എന്നത് ഫെമിനിൻ നൗണിൽ വരുന്നതാണ്. അതുകൊണ്ട് ഗുഡ് എന്ന് വരെ നമ്മൾ പറയുന്നുള്ളൂ. നൈറ്റിന് നഹ്റ്റ്, നഹ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ജനറൽ ആയിട്ടുള്ള ജർമ്മൻ ഗ്രീറ്റിംഗ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിലെ ഫോർമൽ വേയും ഇൻഫോർമൽ വേയും നോക്കി. ഇൻഫോർമൽ വേ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പിയർ ഗ്രൂപ്പുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. അതും അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളവരുമായിട്ട് മാത്രമേ നമ്മൾ ഇൻഫോർമൽ വേ ഓഫ് ഗ്രീറ്റിംഗ് യൂസ് ചെയ്യുള്ളൂ. അതിൽ ഹായ് ഹലോ ആണ് നമ്മൾ പഠിച്ചത്. ഫോർമൽ വേ ഓഫ് ഗ്രീറ്റിംഗ് വരുന്നത് നമ്മൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഡേ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ആണ്.
അതിൽ നമ്മൾ പറഞ്ഞു നൗൺസിന് ജെൻഡർ ഉണ്ട്. നൈറ്റ് എന്നത് ഫെമിനിൻ ജെൻഡറും ബാക്കി 3 മസ്കുലിൻ ജെൻഡറും ആണ്. ആ കാരണത്താൽ ഗുഡ് മോർണിംഗ് നമ്മൾ ഗുട്ടൻ മോർഗൻ, ഗുഡ് ഡേ ഗുട്ടൻ ടാഗ്, ഗുഡ് ഈവനിങ് ഗുട്ടൻ ആബൻഡ്, ഗുഡ് നൈറ്റ് ഫെമിനിൻ ആയതുകൊണ്ട് ഗുഡ് നൈറ്റ്. Okay, hope you got the lesson. See you.